തിരഞ്ഞെടുപ്പ് മത്സര രംഗം ചൂടുപിടിച്ചതോടെ ശക്തമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് CPIM ഇന്ന്. തിരുവനന്തപുരത്ത് കുമ്മനം രാജശേഖരനെ ജയിപ്പിക്കാൻ 5 മണ്ഡലങ്ങളിൽ NDA ദുർബല സ്ഥാനാർത്ഥികളെ നിർത്താൻ UDF നേതൃത്വവുമായി രഹസ്യധാരണയായി എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഇന്നുന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണം. കോൺഗ്രസ്, ലീഗ്, BJP, SDPI സഖ്യമാണ് ഇത്തവണ ഇടതുമുന്നണിയെ നേരിടുന്നത് എന്നാണ് കോടിയേരിയുടെ ആരോപണം. ഈ ആരോപണം വടകരയിലെ UDF സ്ഥാനാർത്ഥി K മുരളീധരൻ തള്ളി. വടകര, കൊല്ലം, കണ്ണൂർ, കോഴിക്കോട്, എറണാകുളം മണ്ഡലങ്ങളിലാണ് ദുർബല സ്ഥാനാർത്ഥികളെ നിർത്താൻ RSS നേതൃത്വം തീരുമാനിച്ചത്. തിരുവനന്തപുരത്ത് കുമ്മനം രാജശേഖരനെ ജയിപ്പിക്കാനാണ് ധാരണ. വടകര, കൊല്ലം, കണ്ണൂർ, കോഴിക്കോട്, എറണാകുളം പാർലമെൻറ്റ് മണ്ഡലങ്ങളിൽ NDAയുടെ ദുർബല സ്ഥാനാർത്ഥികളെ നിർത്തി UDFനെ സഹായിക്കാൻ RSS തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിന് പ്രത്യുപകാരമായി RSSൻ്റെ സ്ഥാനാർത്ഥിയായ കുമ്മനം രാജശേഖരനെ കോൺഗ്രസ് സഹായിക്കുമെന്നുള്ള പദ്ധതിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. മുസ്ലിം ലീഗ് വഴി SDPIയുമായും UDF ധാരണയായിരിക്കുന്നു. വടകരയിൽ K മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വത്തെ ഭയക്കുന്നില്ല. 5 തെരഞ്ഞെടുപ്പുകളിൽ തോറ്റയാളാണ് മുരളീധരനെന്നും കോടിയേരി. CPIMന്റെ ആരോപണം തള്ളി K മുരളീധരൻ രംഗത്തെത്തി. നിലവിലൊന്നും പറയാനില്ലാത്തതുകൊണ്ടാണ് ഇതുപോലത്തെ പ്രചരണം നടത്തുന്നത്. കാരണം കേന്ദ്രത്തിൽ CPMന് ഒരു സ്റ്റാൻഡില്ല. 2 കേരളത്തിലെ വികസനം ഒന്നും പറയാനില്ല. ഇത് രണ്ടും ഇല്ലാത്തൊരവസരത്തിലാണ് ഈ കയ്യും കാലുട്ടടിക്കുന്നത്. നേരത്തെ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്തു. ഇടതുമുന്നണിക്ക് സംസ്ഥാനത്ത് മേധാവിത്വമെന്നാണ് സെക്രട്ടേറിയറ്റ് വിലയിരുത്തൽ. 24 തിരുവനന്തപുരം. സംസ്ഥാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് BJP ധാരണയുണ്ട് എന്ന കോടിയേരി ബാലകൃഷ്ണന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി കുമ്മനം രാജശേഖരൻ രംഗത്ത് വന്നു. പുതിയ ആരോപണവുമായി CPIM വരുന്നത് പരാജയഭീതി കൊണ്ടാണ് എന്ന് കുമ്മനം രാജശേഖരൻ പരിഹസിച്ചു. കോൺഗ്രസ് CPIM അവിശുദ്ധ സഖ്യം മറച്ചുവെക്കാനാണ് കോടിയേരിയുടെ ഈ ആരോപണം. NDA 20 മണ്ഡലങ്ങളിലും ജയിക്കാനാണ് മത്സരിക്കുന്നതെന്നും കേരളത്തിൽ ശക്തമായ ത്രികോണ മത്സരമാകും നടക്കുകയെന്നും കുമ്മനം രാജശേഖരൻ തിരുവനന്തപുരത്ത് പ്രതികരിച്ചു. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് CPMും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് മറച്ചുവെക്കാനാണ് കോടിയേരി ബാലകൃഷ്ണൻ ഇപ്പോൾ പുതിയ ആരോപണങ്ങളുമായിട്ട് വരുന്നത്. പരാജയ ഭീതി കൊണ്ടാണ്. വാസ്തവത്തിൽ കോൺഗ്രസും CPMും തമ്മിലാണ് ഇവിടെ കൂട്ടുകെട്ട്. അതാർക്കും അറിയാവുന്നതാണ്. ബംഗാളിൽ കണ്ടതാണ്. അവർ വിശാല പ്രതിപക്ഷ ഐക്യത്തിൻ്റെ ഭാഗമാണ്. ദേശീയ താല്പര്യങ്ങൾ മുൻനിർത്തിയാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നതെങ്കിൽ, ദേശീയ രാഷ്ട്രീയമാണ് ചർച്ച ചെയ്യപ്പെടുന്നതെങ്കിൽ, ആ ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒരു പക്ഷത്താണ്. അതുകൊണ്ട് കേരളത്തിലും അവരൊരു പക്ഷത്താണ്. ഇപ്പോൾ ഇരുട്ടത്ത് നടത്തുന്ന ഈ അവിശുദ്ധ ബന്ധം ഇപ്പോൾ നാളെ അത് മറനീക്കി വെളിച്ചത്ത് വരും. പകൽ വെളിച്ചം പോലെ പകൽ വെളിച്ചത്തിലും അത് കാണാൻ കഴിയും. അതുകൊണ്ട് കോടിയേരി ബാലകൃഷ്ണൻ്റെ ഈ പ്രസ്താവന തീർച്ചയായും അത് അവർ തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് പുറത്തു വരാതിരിക്കാൻ വേണ്ടിയുള്ള കുതന്ത്രമാണ്. തീർച്ചയായും NDA മത്സരിക്കുന്നത് വിജയിക്കാൻ തന്നെയാണ്. ഇനി കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPMും കോൺഗ്രസും ഒക്കെ ഒറ്റക്കെട്ടായിട്ട് NDAക്കെതിരെ വന്നു കഴിഞ്ഞാൽ പോലും അതിനെപ്പോലും അതിജീവിച്ചുകൊണ്ട് മുന്നേറാനുള്ള കരുത്ത് ഇന്ന് NDAക്കുണ്ട്. കേരളത്തിലെ NDA മുന്നണിയിലെ സീറ്റ് വിഭജനം പ്രഖ്യാപിച്ചു. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മിറ്റി നിശ്ചയിച്ച സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാതെയും BJP കേന്ദ്ര നേതൃത്വം RSS സംസ്ഥാന ഘടകത്തിന്റെ നിർദ്ദേശാനുസരണം ഭേദഗതി വരുത്തിയ പട്ടികയിൽ പത്തനംതിട്ട അടക്കമുള്ള മണ്ഡലങ്ങളിൽ മുൻ നിശ്ചയിച്ച സ്ഥാനാർത്ഥികൾക്ക് മാറ്റമുണ്ടാകും. അതേസമയം താൻ ഇനിയും മത്സരിക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് തുഷാർ വെള്ളാപ്പള്ളി 24നോട് പറഞ്ഞു. Out of 20 seats in Kerala, 14 seats BJP has decided to contest and 5 seats BDJS under the leadership of Tusharji and 1 seat will be contested by Kerala Congress under the leadership of PC Thomas. കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം അവസാനിച്ചത് ഇന്ന് പുലർച്ചെ. പത്തനംതിട്ട ഉൾപ്പെടെ തർക്കം നിലനിന്ന മണ്ഡലങ്ങളിലെ അടക്കം പട്ടികയ്ക്ക് സമിതി അന്തിമ രൂപം നൽകി. ഇതനുസരിച്ച് പത്തനംതിട്ടയിൽ K സുരേന്ദ്രനും, ആറ്റിങ്ങലിൽ ശോഭാ സുരേന്ദ്രനും, പാലക്കാട് C കൃഷ്ണകുമാറും, എറണാകുളത്ത് അൽഫോൻസ് കണ്ണന്താനവും, കൊല്ലത്ത് ടോം വടക്കനും സ്ഥാനാർത്ഥിയാകും. എനിക്ക് ഒരു ആവശ്യമില്ല, ഞാൻ മത്സരിക്കോ ഇല്ലയോ ഇതൊക്കെ പാർട്ടി തീരുമാനിക്കട്ടെ, ഞാൻ ലിസ്റ്റിലുണ്ടോ ഇല്ലയോ എന്ന്. മുതിർന്ന BJP നേതാക്കൾ മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുന്നതിനെ വിമർശിച്ച് NDA ചെയർമാൻ കൂടിയായ BDJS അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി ഇന്ന് രംഗത്തെത്തി.
24-നോട് അദ്ദേഹത്തിന്റെ പ്രതികരണം ഇങ്ങനെ: ബി.ജെ.പിയുടെ സീറ്റുകൾ ബി.ജെ.പിയും, ബി.ഡി.ജെ.എസിന്റെ സീറ്റ് ബി.ഡി.ജെ.എസും, അതുപോലെ കേരള കോൺഗ്രസ് ഡിക്ലെയർ ചെയ്യും. വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലുള്ള കാമരാജ് കോൺഗ്രസും ഡെമോക്രാറ്റിക് ലേബർ പാർട്ടിയും ഇന്ന് NDAയിൽ ഔദ്യോഗികമായി ചേർന്നു. പട്ടിക നാളെ പ്രഖ്യാപിക്കുമെന്ന് പറയുമ്പോഴും ഉത്തരേന്ത്യയിലെ ആഘോഷ ദിവസമായ നാളെ പട്ടിക പ്രഖ്യാപിക്കുമോ എന്ന കാര്യത്തിൽ അവ്യക്തത അതുകൊണ്ട് തന്നെ തുടരുന്നു. ക്യാമറമാൻ ഉണ്ണി സുരേഷിനൊപ്പം ഡൽഹിയിലെ BJP ആസ്ഥാനത്ത് നിന്നും R. രാധാകൃഷ്ണൻ, 24. കേരളത്തിൽ BJPയുടെ സ്ഥാനാർത്ഥി പട്ടിക വൈകാനുള്ള പ്രധാനപ്പെട്ട കാരണം BJPക്കകത്ത് തന്നെയുള്ള ശീതസമരമാണ്. അതിനകത്തു നടന്ന തർക്കങ്ങളും സംഘർഷങ്ങളുമാണ്. ഈ ഭിന്നത പുറത്തു വരുന്നതായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായ ചർച്ചകൾക്കൊടുവിലും സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് ഒരു അന്തിമ രൂപം നൽകാൻ കഴിയാതെ വന്ന സാഹചര്യം. വിവാദങ്ങൾക്കെല്ലാം ഒടുവിൽ BJPയുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തേക്ക് വരാൻ ഒരുങ്ങി നിൽക്കുമ്പോൾ വിജയം മുരളീധരന്റെ പക്ഷത്തിനാണ് എന്നാണ് വിലയിരുത്തൽ. പത്തനംതിട്ട, പാലക്കാട് A ക്ലാസ് മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ ഔദ്യോഗിക വിഭാഗം നൽകിയ ലിസ്റ്റ് വെട്ടാൻ മുരളീധര പക്ഷത്തിനായി. അതേസമയം സ്ഥാനാർത്ഥി നിർണയത്തിലെ ഇടപെടലുകളിൽ PS ശ്രീധരൻപിള്ള അതൃപ്തനാണ് എന്നും സൂചനയുണ്ട്. വിവാദങ്ങൾക്കും തർക്കങ്ങൾക്കുമൊടുവിൽ BJP സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുമ്പോൾ വിജയം മുരളീധര പക്ഷത്തിന്. ഔദ്യോഗിക വിഭാഗത്തിന്റെ നീക്കങ്ങൾ പൊളിച്ച് പാലക്കാട് C. കൃഷ്ണകുമാർ, പത്തനംതിട്ടയിൽ K. സുരേന്ദ്രൻ എന്നിവരുടെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കാൻ ഇവർക്കായി. അപ്രതീക്ഷിതമായി RSSും ശബരിമല കർമ്മസമിതിയും പിന്തുണച്ചതോടെയാണ് സുരേന്ദ്രന് നറുക്കുവീണത്. PK കൃഷ്ണദാസ്, M. ഗണേശൻ, ശ്രീധരൻപിള്ള തുടങ്ങിയവർ പരമാവധി ശ്രമിച്ചെങ്കിലും കേന്ദ്ര നേതൃത്വം RSS ആവശ്യം അംഗീകരിക്കുകയായിരുന്നു. MD രമേശ്, ശോഭാ സുരേന്ദ്രൻ, PK കൃഷ്ണദാസ്, AN രാധാകൃഷ്ണൻ എന്നീ മുതിർന്ന നേതാക്കൾ ഇതോടെ കളത്തിന് പുറത്തായി. അതേസമയം NSS പിന്തുണയെ ചൊല്ലിയുള്ള അവകാശവാദത്തിനെതിരെ NSS തന്നെ രംഗത്ത് വന്നതും ഔദ്യോഗിക പക്ഷത്തിന് തിരിച്ചടിയായി. അനാവശ്യമായി തങ്ങളെ വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കരുതെന്ന് BJP നേതൃത്വത്തിന് NSS മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതേസമയം പത്തനംതിട്ടയിൽ പരിവർത്തന യാത്ര പൊളിക്കാൻ ശ്രമിച്ചവർ തെരഞ്ഞെടുപ്പിലും പാറയാകുമെന്ന ഭയം K. സുരേന്ദ്രനും കൂട്ടർക്കുമുണ്ട്. MD രമേശ് അനുകൂലികളായ ജില്ലാ പ്രസിഡന്റ് അശോകൻ കുളനടയുൾപ്പെടെയുള്ളവർക്കെതിരെയാണ് സംശയമുന നീളുന്നത്. 24 കൊച്ചി. കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയുടെ തീരുമാനത്തിന് മുൻപ് വയനാട്, വടകര ലോക്സഭാ മണ്ഡലങ്ങളിൽ സംസ്ഥാന ഘടകം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിൽ ഹൈക്കമാൻഡിന് കടുത്ത അതൃപ്തിയുണ്ട്. തെരഞ്ഞെടുപ്പ് സമിതിക്ക് വില നൽകാത്ത നടപടിയാണ് ഉണ്ടായതെന്നും ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുന്നതുവരെ കാത്തിരിക്കാമായിരുന്നുവെന്നും ദേശീയ നേതൃത്വം വിമർശിച്ചു. അതേസമയം K. മുരളീധരന് പകരം പുതിയ പ്രചാരണ കമ്മിറ്റി ചെയർമാനെ നിയമിക്കുമെന്ന് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വ്യക്തമാക്കി. വടകരയിൽ K. മുരളീധരനും വയനാട്ടിൽ T. സിദ്ദിഖും സ്ഥാനാർത്ഥികളാകുമെന്ന് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു. സംസ്ഥാന നേതൃത്വം നൽകിയ പട്ടിക പരിശോധിച്ച് അന്തിമ തീരുമാനമെടുക്കേണ്ടതും പ്രഖ്യാപിക്കേണ്ടതും രാഹുൽ ഗാന്ധി അധ്യക്ഷനായ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയാണ്. ആ സമിതിയെ സംസ്ഥാന ഘടകം മറികടന്നുവെന്ന കടുത്ത വിമർശനമാണ് സമിതി അംഗങ്ങൾ ഉന്നയിച്ചത്. നടപടിക്രമങ്ങൾ പാലിക്കുന്നതിന് മുൻപ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് തെറ്റായ സന്ദേശമാണ് നൽകിയത്. അന്തിമഘട്ടത്തിൽ സ്ഥാനാർത്ഥികളെ മാറ്റാൻ തെരഞ്ഞെടുപ്പ് സമിതി തീരുമാനിച്ചാൽ KPCCക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നായിരുന്നു സമിതി അംഗങ്ങളുടെ ചോദ്യം. K. മുരളീധരന്റെ വടകരയിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് KC വേണുഗോപാലിനെ അറിയിക്കാതിരുന്നതും ഹൈക്കമാൻഡിന്റെ അതൃപ്തിക്ക് കാരണമായെന്നാണ് സൂചന. അതേസമയം കോലി സഖ്യമെന്നത് CPIMന്റെ കള്ളപ്രചാരണമാണെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. കോൺഗ്രസ് സ്ഥാനാർത്ഥികളിൽ കൊലയാളികളോ കോമാളികളോ മുതലാളിമാരോ ഇല്ലെന്നും അദ്ദേഹം പറഞ്ഞു. ലിജോ വർഗീസ്, 24, ഡൽഹി. കേരളത്തിൽ ഇത്തവണ തീ പാറുന്ന മത്സരങ്ങൾ നടക്കുന്ന മണ്ഡലങ്ങൾ ഏറെയാണ്. ഇതിൽ 5 എണ്ണം ഏതൊക്കെയെന്ന് പരിശോധിക്കുകയാണ് ഇന്ന്. സ്ഥാനാർത്ഥികൾ എന്തുകൊണ്ട് അവർ ജയിക്കുമെന്ന് കരുതുന്നതും അവർ പലപ്പോഴായി നമ്മളോട് പങ്കുവെച്ച പ്രതികരണങ്ങളുമാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. കേരളത്തിലെ തീ പാറുന്ന 5 പോരാട്ടങ്ങളിലെ തെരഞ്ഞെടുപ്പ് ചിത്രം പരിശോധിക്കുന്നു ഇലക്ഷൻ ഗേറ്റ് ഇനി. കേരളത്തിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ പോരാട്ടം നടക്കാൻ പോകുന്ന മണ്ഡലം ഏതാണ് എന്ന് ചോദിച്ചാൽ നിസ്സംശയം നമുക്ക് പറയാം, അത് വടകരയാണ്. CPIMന്റെ കരുത്തനായ സ്ഥാനാർത്ഥി P. ജയരാജൻ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി മത്സരരംഗത്ത് ഇറങ്ങി പ്രചാരണം തുടങ്ങി ഒരു വലിയ ഘട്ടം പിന്നിടുമ്പോഴാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് രൂപമാകുന്നതും വടകരയിൽ മുതിർന്ന നേതാവ് K. മുരളീധരനെ രംഗത്തിറക്കുന്നതും. K. മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെട്ടതോടെ വടകരയിൽ നടക്കാൻ പോകുന്നത് ശക്തമായൊരു രാഷ്ട്രീയ പോരാട്ടമാണ് എന്ന് ഉറപ്പിക്കാനായി. എന്തൊക്കെയായിരിക്കും വടകരയിൽ ഇരു സ്ഥാനാർത്ഥികളും മനസ്സിൽ കരുതി വെച്ചിട്ടുണ്ടാവുക? ജനാധിപത്യ രാഷ്ട്രീയത്തിനെതിരെ
അക്രമ രാഷ്ട്രീയത്തിനെതിരെ ജനാധിപത്യ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചായിരിക്കും താൻ പോരാട്ട ഭൂമിയിലേക്ക് ഇറങ്ങുക എന്ന് കെ മുരളീധരൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതേസമയം എതിരാളി ആരാണ് എന്ന് താൻ നോക്കുന്നില്ല എന്നും മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നതെന്നും പി ജയരാജനും പറഞ്ഞു കഴിഞ്ഞു. ഈ രണ്ട് സ്ഥാനാർത്ഥികളുടെയും പ്രതികരണങ്ങളാണ് ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് ഈ സ്ഥാനാർത്ഥികൾ ഞങ്ങൾ ജയിക്കും, അവർ ജയിക്കും എന്നവർക്ക് തോന്നുന്നത്? രണ്ടുപേരുടെയും പ്രതികരണങ്ങൾ നോക്കാം. ഇടതുമുന്നണി സ്ഥാനാർത്ഥി പി ജയരാജനും UDF സ്ഥാനാർത്ഥി കെ മുരളീധരനും അവരുടെ പ്രതികരണങ്ങളിലേക്ക്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല രാഷ്ട്രീയ അടിത്തറയുള്ള മണ്ഡലമാണ് വടകര. ലോക് താന്ത്രിക് ദൾ നേരത്തെ UDFനൊപ്പമായിരുന്നു. അവർക്ക് സ്വാധീനമുള്ള മണ്ഡലം കൂടിയാണിത്. INL ഘടകകക്ഷിയായി മാറിയിരിക്കുകയാണ്. ജനാധിപത്യ കേരള കോൺഗ്രസ് ഘടകകക്ഷിയായി മാറിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ബഹുജന അടിത്തറ വികസിച്ചിട്ടുണ്ട്. എല്ലാ വിഭാഗം ജനങ്ങളുടെയും വോട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതൊരു ഭാഗത്തു നിന്ന് പോലും നിശബ്ദ വോട്ടുകൾ അനുകൂലമായിട്ട് വരുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മുല്ലപ്പള്ളി 2 തവണ വിജയിച്ചതും ആ നിശബ്ദ വോട്ടുകളായിരുന്നു. അത് ഇത്തവണ എനിക്ക് ലഭിക്കുന്നതാണ് പ്രതീക്ഷ. വിധിയെഴുതേണ്ടത് ജനങ്ങളാണ്. വലിയ വിവാദങ്ങൾക്കൊടുവിൽ UDFന് സ്ഥാനാർത്ഥി നിർണയം നടത്തിയ മണ്ഡലമാണ് എറണാകുളം. KV തോമസിനെ പോലെ മുതിർന്ന അംഗത്തെ മാറ്റി നിർത്തി ഇത്തവണ ഹൈബി ഈഡനെ ഇറക്കി പരീക്ഷിക്കാനാണ് UDF എടുത്തിരിക്കുന്ന തീരുമാനം. ഈ പ്രഖ്യാപനം വരുന്നതിനേറെ മുൻപ് തന്നെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി CPIMന്റെ നേതാവ് P രാജീവ് മണ്ഡലത്തിൽ പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞിരുന്നു. എന്തുകൊണ്ടാണ് P രാജീവ് വിജയപ്രതീക്ഷ വെച്ച് പുലർത്തുന്നത്? എന്തുകൊണ്ടാണ് താനായിരിക്കും ഇക്കുറി ജയിക്കുകയെന്ന് ഹൈബി ഈഡൻ കരുതുന്നത്? ഇരു സ്ഥാനാർത്ഥികളുടെയും പ്രതികരണത്തിലേക്ക്. മുന്നണി പ്രവർത്തകർ, പല മേഖലയ്ക്കകത്തുള്ള ആളുകൾ, അവരെല്ലാമായിട്ട് നല്ല ഒരു ആത്മബന്ധമുണ്ട്. അത് വോട്ടായി മാറ്റാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണുള്ളത്. പിന്നെ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ഒരു ബന്ധമല്ല, ദീർഘകാലമായിട്ട് ഓരോ പ്രശ്നങ്ങളിലും ഇടപെട്ടുകൊണ്ടുള്ള ഒരു ബന്ധമാണ് ഈ മണ്ഡലത്തിലെ ജനങ്ങളുമായി. UDFന്റെ ഒരു മണ്ഡലമല്ലേ, ഒരു പ്രശ്നമില്ല. ഞാൻ ജനിച്ച മണ്ണാണ് തോപ്പുംപടി, ഞാൻ വളർന്ന മണ്ണാണ് എറണാകുളം. എൻ്റെ പിതാവിൻ്റെ പ്രവർത്തന മേഖലയാണ് എറണാകുളം. അദ്ദേഹത്തിൻ്റെ ദ്വീപ് സമൂഹങ്ങളിൽ കടമക്കുടി പ്രദേശം അദ്ദേഹത്തിൻ്റെ ജന്മനാടാണ്. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സും ഒരുപാട് ഫാക്ടേഴ്സും ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ അത് ഐക്യജനാധിപത്യ മുന്നണിക്ക് ഏറ്റവും അനുകൂലമായി വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സിറ്റിംഗ് MP ആന്റോ ആന്റണിയും ആറന്മുളയുടെ സിറ്റിംഗ് MLA വീണ ജോർജും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന മണ്ഡലമാണ് പത്തനംതിട്ട. അവിടെ BJPയുടെ അല്ലെങ്കിൽ NDAയുടെ സ്ഥാനാർത്ഥിയെ K സുരേന്ദ്രൻ എത്താൻ പോവുകയാണ്. ഏത് നിലയ്ക്കാണ് പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥികൾ അവരുടെ വിജയപ്രതീക്ഷ പങ്കുവെക്കുന്നത്? നോക്കാം. പ്രളയം വിഴുങ്ങിയ ഒരു ജില്ലയാണ്. അപ്പോൾ ആ പ്രളയത്തിൽ എല്ലാം നഷ്ടപ്പെട്ട 10,000-കണക്കിന് കുടുംബങ്ങൾക്ക് ഒരാശ്വാസവും ലഭിച്ചില്ല, അവർക്ക് ഒരു സഹായവും ലഭിച്ചില്ല. ഗവൺമെൻറ് കയ്യിലുള്ള 1000-കണക്കിന് കോടി ഉറുപ്പിക അത് വിനിയോഗിക്കാൻ പോലും അവർക്ക് ഈ പാവപ്പെട്ടവർക്ക് വേണ്ടി ചെലവഴിക്കാൻ പോലും തയ്യാറായില്ല എന്നുള്ളത് ഞാൻ ഓർക്കുകയാണ്. അതുപോലെ തന്നെയാണ് ശബരിമല തീർത്ഥാടന കേന്ദ്രം ഈ ജില്ലയിലാണ്. ഈ ജില്ലയിലെ വിശ്വാസി സമൂഹം കോൺഗ്രസ് എടുത്ത നിലപാടിനോടൊപ്പമാണ്, ഐക്യജനാധിപത്യ മുന്നണി എടുത്ത നിലപാടിനോടൊപ്പമാണ്. ഇവിടെ വികസനം കൊണ്ടുവരാൻ കഴിയുന്ന, ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളിൽ ഇടപെടുവാൻ കഴിയുന്ന, അവരുടെ ജീവിതത്തെ പോസിറ്റീവായി സ്വാധീനിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് വിധിയെടുത്തുണ്ടാകണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ വിജയം ഈ തെരഞ്ഞെടുപ്പിലുണ്ടാകും. കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ സ്റ്റാർ ഫൈറ്റ് നടക്കുന്ന ത്രികോണ മത്സരം നടക്കാൻ പോകുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം. സിറ്റിംഗ് MP ശശി തരൂരും നെടുമങ്ങാട് MLA ആയിരുന്ന സിറ്റിംഗ് MLA ആയ C ദിവാകരനും കുമ്മനം രാജശേഖരനും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം. തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥികളുടെ വിജയപ്രതീക്ഷ എന്തുകൊണ്ടാണ് എന്ന് നോക്കാം. ഞാൻ കാണുന്നത് ജനങ്ങൾക്ക് 2 കാര്യം നല്ല മനസ്സിലായി. അവരുടെ വോട്ട് ഇവിടുന്ന് ഡൽഹിക്ക് ഒരു പ്രതിനിധി അയക്കാനാണ്. അവർക്ക് ഇതുവരെ ഡൽഹിയിൽ പ്രവർത്തിക്കാനും അവരുടെ ശബ്ദം കേൾപ്പിക്കാനും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ മന്ത്രിമാരെയും ഉദ്യോഗസ്ഥന്മാരെയും സ്വാധീനിച്ചിട്ട് സഹായം കൊണ്ടുവരാനും ഒരു പ്രതിനിധി 10 വർഷം അവർക്ക് ഉണ്ടായിട്ടുണ്ട്. അത് അവർക്ക് വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ തയ്യാറാണെന്ന് അവർക്കറിയാം. മോദി സർക്കാർ 5 വർഷം മുമ്പ് മോദി വിറ്റ സ്വപ്നങ്ങൾ, അതിൻ്റെ യാഥാർത്ഥ്യം ജനം കാണിച്ചു കൊടുത്തു. അച്ഛേ ദിൻ ആർക്കും വന്നിട്ടില്ല, നല്ല ദിനം ആർക്കും വന്നിട്ടില്ല. അതുകൊണ്ട് എന്തുകൊണ്ട് അവർക്ക് 2ാം അവസരം കൊടുക്കും? പാഴായ 10 കൊല്ലമുണ്ട്. അതിന് പരിഹാരം കാണാനാണ് ഇടതുപക്ഷ ഇപ്പോൾ ശ്രമിക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായങ്ങൾ പിടിച്ചെടുക്കാൻ, വിലപേശാൻ പാർലമെൻറ്റിൽ ശബ്ദം ഉണ്ടാകുന്നില്ല. തിരുവനന്തപുരത്തിൻ്റെ ശബ്ദം.
ഇലക്ഷൻ ഗേറ്റ് ഇനി കടക്കുന്നത് മറ്റ് തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്കാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്ന് ബഹുജൻ സമാജ് പാർട്ടി അധ്യക്ഷ മായാവതി അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. തെരഞ്ഞെടുപ്പിൽ മായാവതി മത്സരിച്ചേക്കുമെന്ന അഭ്യൂഹങ്ങൾ നിലനിൽക്കെയാണ് ഈ വെളിപ്പെടുത്തൽ. പാർട്ടിയുടെ മുഴുവൻ തെരഞ്ഞെടുപ്പ് ചുമതലയും ഏറ്റെടുക്കുന്നതിനാൽ മത്സരിക്കുന്നില്ല എന്നാണ് മായാവതി നൽകിയിരിക്കുന്ന വിശദീകരണം. മായാവതി അധ്യക്ഷയായ ബഹുജൻ സമാജ് പാർട്ടിയും അഖിലേഷ് യാദവിന്റെ സമാജ്വാദി പാർട്ടിയും ഇത്തവണ സഖ്യമായാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. നിലവിൽ ഒരു മുന്നണിക്കും കേവല ഭൂരിപക്ഷം ലഭിക്കാത്ത സാഹചര്യമുണ്ടായാൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പോലും പരിഗണിക്കപ്പെടാൻ സാധ്യത കൽപ്പിച്ച നേതാവാണ് മായാവതി. മായാവതി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് മത്സരിക്കാനില്ലെന്ന് മായാവതി വ്യക്തമാക്കിയത്. ഭാവിയിൽ മത്സരിക്കേണ്ട സാഹചര്യമുണ്ടായാൽ മത്സരിക്കാമെന്നും തൽക്കാലം അത്തരം സാഹചര്യം നിലനിൽക്കുന്നില്ലെന്നും മായാവതി വിശദീകരിച്ചു. लोकसभा का आम चुनाव नहीं लड़ने का फैसला लिया है. मुझे उम्मीद ही नहीं बल्कि पूरा भरोसा भी है कि हमारी पार्टी के लोग मेरे लिए गए इस मिशनरी फैसले को जरूर समझेंगे. മായാവതിയുടെ തീരുമാനത്തെക്കുറിച്ച് സമാജ്വാദി പാർട്ടി പ്രതികരിച്ചിട്ടില്ല. ഉത്തർപ്രദേശിൽ അഖിലേഷ് യാദവിനോടൊപ്പം നടത്തുന്ന റാലിക്ക് പുറമെ രാജ്യമാകെ 30-ലേറെ റാലിയിൽ മായാവതി പങ്കെടുക്കും. കോൺഗ്രസുമായി രാജ്യത്തൊരിടത്തും സഖ്യമില്ലെന്നും മായാവതി കൂട്ടിച്ചേർത്തു. 24 ഡൽഹി. കഴിഞ്ഞ 5 വർഷമായി BJP സർക്കാർ ഉത്തർപ്രദേശിനെ അവഗണിക്കുകയായിരുന്നുവെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന സർക്കാരാണ് ഇനി അധികാരത്തിൽ വരേണ്ടതെന്നും അവർ പറഞ്ഞു. പ്രിയങ്കയുടെ 3 ദിവസത്തെ ഗംഗാ യാത്ര വാരണാസിയിലെ പൊതുസമ്മേളനത്തോടെ സമാപിച്ചു. സാഞ്ചി ബാത് പ്രിയങ്ക കെ സാത്ത് എന്ന പരിപാടിയിൽ ഗംഗാതീരത്തുള്ള മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെയും സാധാരണക്കാരെയും കാണാനാണ് പ്രിയങ്ക ഗാന്ധി കൂടുതലായും ശ്രമിച്ചത്. കഴിഞ്ഞ 3 ദിവസമായി നടത്തിയ യാത്രയിൽ ഗംഗാതീരത്തുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയെന്നും BJP സർക്കാർ സാധാരണക്കാർക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലെന്നും പ്രിയങ്ക ഗാന്ധി കുറ്റപ്പെടുത്തി. മുൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ രാംനഗറിലുള്ള പ്രതിമയിൽ ഹാരാർപ്പണം നടത്താൻ പ്രിയങ്ക എത്തിയപ്പോൾ BJP കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായി. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജ് മുതൽ വാരാണസി വരെ 140 കിലോമീറ്റർ പ്രിയങ്ക ഗംഗയിലൂടെ സഞ്ചരിച്ചു. ഗംഗാതീരത്തുള്ള 5 ലോക്സഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു യാത്ര. പുൽവാമ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ജവാന്റെ കുടുംബാംഗങ്ങളുമായി പ്രിയങ്ക ഗാന്ധി കൂടിക്കാഴ്ച നടത്തി. യാത്രക്കിടയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ വിമർശിക്കാനും കോൺഗ്രസിനെതിരായ വിമർശനങ്ങളെ പ്രതിരോധിക്കാനും പ്രിയങ്ക ഗാന്ധിക്കായി. ക്ഷേത്രങ്ങൾ സന്ദർശിച്ചും ഗംഗാപൂജ നടത്തിയും BJPക്ക് അതേ നാണയത്തിൽ മറുപടി നൽകാനും പ്രിയങ്ക ശ്രദ്ധിച്ചു. ഗംഗാ യാത്രയോടെ ഉത്തർപ്രദേശിൽ ശക്തമായ സാന്നിധ്യമാവുകയാണ് പ്രിയങ്ക ഗാന്ധി. ലിജോ വർഗീസ്, 24 ഡൽഹി. കോൺഗ്രസിന്റെ കുടുംബവാഴ്ചയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കുടുംബവാഴ്ചയെ തള്ളി സത്യസന്ധതയ്ക്കാണ് ജനങ്ങൾ 2014 വോട്ട് ചെയ്തതെന്ന് പ്രധാനമന്ത്രി ബ്ലോഗിൽ കുറിച്ചു. അതേസമയം പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ കോൺഗ്രസ് രംഗത്തെത്തി. ഇന്ത്യ ഭരിച്ചിരുന്ന കോൺഗ്രസ് കുടുംബം രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്നും ജനങ്ങൾ ഇനി അതിന് അനുവദിക്കില്ലെന്നുമായിരുന്നു പ്രധാനമന്ത്രി ബ്ലോഗിലൂടെ വിമർശിച്ചത്. മാധ്യമങ്ങളെയും പാർലമെന്റിനെയും സൈന്യത്തെയും കോടതിയെയും ഭരണഘടനയെയും കോൺഗ്രസ് ഇല്ലാതാക്കി. എന്നാൽ 2014 ജനങ്ങൾ വിജയിപ്പിച്ചതിനു ശേഷം സർക്കാർ രാജ്യത്തെ ഒന്നാമതായി കണ്ടു. അതിനുശേഷം മാത്രമായിരുന്നു ഭരണകർത്താക്കൾക്ക് കുടുംബം പോലും ഉണ്ടായിരുന്നത്. പ്രധാനമന്ത്രിയുടെ പ്രതികരണത്തിനെതിരെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ രംഗത്ത് വന്നു. കഴിഞ്ഞ 5 വർഷം കൊണ്ട് നരേന്ദ്രമോദി രാജ്യത്തെ മുഴുവൻ ഭരണഘടനാ സ്ഥാപനങ്ങളെയും നശിപ്പിച്ചുവെന്ന് പ്രിയങ്ക ഗാന്ധി ആരോപിച്ചു. The BJP has systematically attacked every institution in this country for the last 5 years, including the institution of which all of you are a part. You are aware of it better than I am aware of it. So I think the Prime Minister should stop thinking that people are fools and understand that they see through all this. RSS തന്നെ കുടുംബവാഴ്ചയുടെ സംഘടനയാണെന്നും ആ കുടുംബത്തിൽ നിന്നാണ് BJPയുടെ മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും വരുന്നതെന്നും കോൺഗ്രസ് നേതാവ് കപിൽ സിബലും വിമർശിച്ചു. 24 ഡൽഹി. സിനിമാ താരം കമൽഹാസന്റെ രാഷ്ട്രീയ പാർട്ടിയായ മക്കൾ നീതി മയ്യത്തിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി. 21 മണ്ഡലങ്ങളിലേക്കുള്ള പട്ടികയിൽ പക്ഷേ കമൽഹാസന്റെ പേരില്ല. நாடாளுமன்ற தேர்தல் 2019 மக்கள் நீதி மையம் கட்சி வேட்பாளர் பட்டியல் அறிவிக்கப்பட போகிறது. തമിഴ്നാട്ടിലെയും പുതുച്ചേരിയിലേതും ഉൾപ്പെടെ 21 മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥി പട്ടികയാണ് ആദ്യഘട്ടമായി പുറത്തിറക്കിയത്. ബാക്കിയുള്ള 19 ലോക്സഭാ മണ്ഡലങ്ങളിലെയും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന 18 നിയമസഭാ മണ്ഡലങ്ങളിലെയും പട്ടിക മാർച്ച് 24 പുറത്തിറക്കും.
വ്യവസായികൾ, ഡോക്ടർമാർ, അഭിഭാഷകർ തുടങ്ങിയവർക്കാണ് പട്ടികയിൽ പ്രാമുഖ്യം ലഭിച്ചത്. ചെന്നൈ സെൻട്രൽ മണ്ഡലത്തിൽ ജനവിധി തേടുന്ന സിനിമാ താരം നസീറിന്റെ ഭാര്യ കമീലയാണ് ഏക വനിതാ സ്ഥാനാർത്ഥി. രണ്ടാം ഘട്ട പട്ടികയിൽ സ്ത്രീകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം ഉണ്ടാവുമെന്നും കമൽഹാസൻ പറഞ്ഞു. മികച്ച സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നതിനായി കൂടിക്കാഴ്ച നടക്കുകയാണെന്നും കമൽ അറിയിച്ചു. തനിക്ക് മത്സരിക്കാൻ താൽപര്യമുണ്ടെങ്കിലും പാർട്ടി പ്രവർത്തകരുടെ വികാരമനുസരിച്ച് മാത്രമേ അന്തിമ തീരുമാനമെടുക്കൂ എന്ന് കമൽഹാസൻ പറഞ്ഞു. തന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചുള്ള വിവരവും മാർച്ച് 24-ന് അറിയിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. 21 வேட்பாளர்களை அறிவித்திருக்கிறோம். மீதமுள்ளவர்கள் அதில் சில முக்கிய பெயர்களும் உண்டு. அது 24ஆம் தேதி அன்று கோவையில் அறிவிக்கப்படும். ഇലക്ഷൻ ഡെസ്ക് 24. അസ്വാരസ്യങ്ങൾ കടിച്ചമർത്തി പൊതുവേദിയിൽ തോമസ് ചാഴികാടനെ കെട്ടിപ്പുണർന്ന പി.ജെ. ജോസഫ് മാണി വിഭാഗത്തിന് പൂർണ്ണമായി കീഴടങ്ങി എന്ന സൂചന നൽകിയാണ് കോട്ടയം പാർലമെന്റ് മണ്ഡലം കൺവെൻഷനിൽ പി.ജെ. ജോസഫ് കളത്തിലിറങ്ങിയത്. UDF സ്ഥാനാർത്ഥി വിജയിക്കുമെന്ന പ്രതീക്ഷ പങ്കുവച്ചാണ് ജോസഫ് വേദി വിട്ടത്. രണ്ടാം സീറ്റ് ലഭിക്കാതെ വന്നപ്പോൾ കോട്ടയം സീറ്റ്, അതും നടക്കാതെ വന്നപ്പോൾ ഇടുക്കിയുമായി സീറ്റ് വെച്ചുമാറൽ. പദ്ധതികളെല്ലാം പൊളിഞ്ഞ ശേഷം KM മാണിക്ക് വഴങ്ങേണ്ടി വന്നതിന്റെ ജാള്യതയുമായാണ് ജോസഫ് UDF കോട്ടയം പാർലമെന്റ് മണ്ഡലം കൺവെൻഷനിൽ എത്തിയത്. വേദിയിലെത്തിയ സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടനെ കെട്ടിപ്പുണർന്നാണ് പി.ജെ. ജോസഫ് സ്വീകരിച്ചത്. പ്രസംഗത്തിൽ BJP-യെയും CPIM-നെയും കടന്നാക്രമിച്ച പി.ജെ. പക്ഷേ ചാഴിക്കാടനെ കുറിച്ച് പരാമർശങ്ങൾ നടത്തിയില്ല. UDF സ്ഥാനാർത്ഥി വിജയിക്കുമെന്ന പ്രതീക്ഷ മാത്രം പങ്കുവച്ചു. ഈ കോട്ടയം മണ്ഡലത്തിൽ തിരുവഞ്ചൂരിൻ്റെ ഭൂരിപക്ഷം എത്ര? 33,600. ഉമ്മൻചാണ്ടിയുടെ ഭൂരിപക്ഷം, മോൻസ് ജോസഫിന്റെ ഭൂരിപക്ഷം, അനൂപ് ജേക്കബിന്റെ ഭൂരിപക്ഷം, 1-2 മണ്ഡലങ്ങളിൽ കുറവുണ്ട്. ഈ ഭൂരിപക്ഷത്തിനെ എല്ലാം മറികടന്നുകൊണ്ട് എങ്ങനെയാണ് ഈ വാസവനോട് ജയിക്കുന്നത്? എനിക്ക് യാതൊരു സംശയമില്ല, തോമസ് ചാഴികാടൻ വിജയിക്കും. സ്ഥാനാർത്ഥി പ്രഖ്യാപന വിവാദത്തിനിടെ കോട്ടയത്തെ UDF സ്ഥാനാർത്ഥി പരാജയപ്പെട്ടാൽ ഉത്തരവാദി താനായിരിക്കില്ല എന്ന് പറഞ്ഞ പി.ജെ. ജോസഫാണ് തോമസ് ചാഴിക്കാടനു വേണ്ടി വോട്ട് തേടി രംഗത്തിറങ്ങിയത്. മോൻസ് ജോസഫ് ഉൾപ്പെടെയുള്ള അനുയായികളുമായാണ് ജോസഫ് പരിപാടിയിലെത്തിയത്. മാണി വിഭാഗം നേതാക്കൾക്ക് അധികം മുഖം നൽകാതെയാണ് പി.ജെ. ജോസഫ് മടങ്ങിയത് എന്നതും ശ്രദ്ധേയം. 24 കോട്ടയം. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ കെ. സുധാകരനും ശബരിമല ദർശനം നടത്തിയ ബിന്ദു അമ്മിണിയും തമ്മിൽ സംവാദം. കണ്ണൂർ മണ്ഡലത്തിലെ പാലയാട് ലീഗൽ സ്റ്റഡീസിൽ ബിന്ദു പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ വോട്ട് അഭ്യർത്ഥിക്കാൻ സുധാകരൻ എത്തിയപ്പോഴാണ് ഇരുവരും ശബരിമല വിഷയം ചർച്ച ചെയ്തത്. ശബരിമല ദർശനം നടത്തിയ ബിന്ദു അമ്മിണി പാലയാട് ലീഗൽ സ്റ്റഡീസിലെ 1ാം വർഷ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതിനിടെയാണ് കണ്ണൂർ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയായ കെ. സുധാകരൻ വോട്ടഭ്യർത്ഥിക്കാൻ എത്തിയത്. സുധാകരൻ വിദ്യാർത്ഥികളോട് സംസാരിക്കുന്നതിനിടെ ബിന്ദുവാണ് ലിംഗനീതിയിൽ കോൺഗ്രസിന്റെ നിലപാട് സംബന്ധിച്ച് ചോദ്യം ചോദിച്ചത്. പിന്നീട് ഇരുവരും തമ്മിൽ അല്പനേരം ക്ലാസ് റൂമിൽ സംവാദം. ജനവികാരത്തിനും ഒരു ഭൂരിപക്ഷ സമൂഹത്തിനെതിരെ വരുന്ന ഒരു വിധിയും ഒരു നാട് സ്വീകരിക്കില്ല. എന്ത് പറഞ്ഞാലും ഞാനത് പറഞ്ഞെന്താണെന്ന് സുപ്രീം കോടതിയുടെ വിധിയെ മറികടക്കാൻ ഭരണഘടനയിൽ പ്രൊവിഷൻ ഉണ്ട് എന്ന് പറയാൻ മാത്രമാണ്. സുപ്രീം കോടതി വിധി റിഫ്ലക്ട് ചെയ്ത ഒരുപാട് ഒക്കേഷൻസ് ഇതിനകത്തുണ്ടായിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം സുപ്രീം കോടതിയല്ല സുപ്രീം, പാർലമെന്റാണ് സുപ്രീം എന്നതാണ്. അതെങ്ങനെ ലളിതമായി ഒന്ന് മനസ്സിലാക്കാൻ സാധിച്ചാൽ ടീച്ചർ സംവാദം സംഘടിപ്പിച്ചാൽ എവിടെ വരാനും ഞാൻ ചെയ്യാം. ശബരിമല വിഷയത്തിൽ ബിന്ദു അമ്മിണിയുമായി വിശദമായ സംവാദത്തിന് തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചാണ് കെ. സുധാകരൻ ക്ലാസ്സിൽ നിന്നിറങ്ങിയത്. 24 കണ്ണൂർ. ഇലക്ഷൻ ഗേറ്റ് ഇതോടെ ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി എൻകൗണ്ടറിൽ അരുൺകുമാർ ചേരും. നമസ്കാരം. You are watching 24 from News Headquarters, Kochi.